നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ പരിപാലനം എത്രയാണ് എന്ന് നാം അത് പറഞ്ഞ് നമുക്കത് തീർക്കുവാൻ കഴിയാത്ത വണ്ണം അത്രമാത്രം വളരെയാണ്. ദൈവവചനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, സകല ദൈവത്തിൻ്റെ പ്രപഞ്ച സൃഷ്ടികളെ നാം പഠിച്ചാൽ സകല മൃഗങ്ങൾ, പക്ഷികൾ, ഈ വൃക്ഷലലാദികൾ, സമുദ്രത്തിലെ മത്സ്യങ്ങൾ ഉൾപ്പെടെ സകലമാന ദൈവ സൃഷ്ടികളിലേക്ക് നാം കണ്ണോടിച്ചാൽ ഓരോന്നിനെയും ദൈവം പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് എത്ര അത്ഭുതമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മളൊരു ചെറിയ വിഷയത്തിൽ സാമ്പത്തികമായി, ശാരീരികമായി ഏതെങ്കിലും ഒരു പ്രതിസന്ധികളുടെ നടുവിൽ, ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളുടെ നടുവിൽ നാം പലപ്പോഴും വാടി തളർന്നു പോകുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിനൊന്ന് ഇറങ്ങി നാം പഠിച്ചു നോക്കിയാൽ നാമൊക്കെ എത്രയോ ശ്രേഷ്ഠനാണ്, നാം എത്രയോ ഭാഗ്യവാന്മാരാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 147 സങ്കീർത്തനം അതിൻ്റെ 9 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: അങ്ങ് മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. നോക്കിയേ, ദൈവമുണ്ടാക്കിയ സൃഷ്ടികളായ മൃഗങ്ങൾ, പക്ഷിമൃഗാദികളിലേക്ക് നാം ഇറങ്ങിച്ചെന്നപ്പോൾ സർവശക്തനായ ദൈവം മൃഗങ്ങൾക്ക്, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾ, വളരെ ചെറുതായിരിക്കുന്ന തൂവലുകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ള അവസ്ഥ തൊട്ട് നാം പരിശോധിച്ചാൽ കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം. അതിൻ്റെ മെനു തെറ്റുന്നില്ല. അതിനെന്താണ് അത് കൊടുക്കുന്ന ദൈവം എത്ര വലിയവനായ ദൈവമാണ്. യോബിനെ ദൈവം ചില കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ യോബിനോട് ചോദിക്കുകയാണ്. മൃഗങ്ങളെ എടുത്ത്, ചില പ്രത്യേക മൃഗങ്ങളെ, പക്ഷികളെയും ഒക്കെ എടുത്ത്, സമുദ്രത്തിലെ ചില മത്സ്യങ്ങളെയും ഒക്കെ എടുത്ത് ദൈവം ചോദിക്കുന്നുണ്ട്: നീ അതിനെ പഠിച്ചു നോക്ക്, അതിൻ്റെ വഴി പഠിച്ചു നോക്ക്, അതിൻ്റെ ജീവിക്കുന്ന രീതി എന്ത്, അത് ജീവിതത്തോട് തുലനം ചെയ്തുകൊണ്ട് ആമേൻ ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിക്കുവാൻ, ദൈവ സംരക്ഷണം വ്യക്തമായി മനസ്സിലാക്കി മനുഷ്യൻ ദൈവത്തിലേക്ക് അടുക്കുവാൻ ആഗ്രഹിക്കട്ടെ. അവിടെ യോബിനോട് ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യോബിൻ്റെ പുസ്തകം 38 അധ്യായം അതിൻ്റെ 41 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കാക്കക്കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീനെത്തിച്ചു കൊടുക്കുന്നതാര്? ആ ഭാഗം എന്നെ വളരെ ചിന്തിപ്പിച്ചു. കാക്കക്കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഉഴന്ന് വലഞ്ഞ് വളരെയധികം വിശപ്പ് ഉണ്ടായി അത് വളരെ നിലവിളിക്കുമ്പോൾ അവിടെ പറയുന്നതൊരു ഭാഗമുണ്ട്: ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീ എത്തിച്ചു കൊടുക്കുന്നതാര്? ഇപ്പോൾ ഒരു കാര്യം നമുക്കതിനെ മനസ്സിലായി. കാക്കക്കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അത് ഉയരത്തിലേക്ക് നോക്കി കരയുകയാണ്. ആമേൻ. ദൈവം പറയുന്നു, ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിനുപോലും തീനെത്തിച്ചു കൊടുക്കുന്നവനാണ് സർവശക്തനായ ദൈവം. ദൈവത്തിൻ്റെ സംരക്ഷണ, ദൈവത്തിൻ്റെ കരുതൽ,
ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുത വഴികളെ നാം ഒന്ന് ഓർത്തു നോക്കിയാൽ എത്രയോ അത്ഭുതമാണ്, എത്രയോ ശ്രേഷ്ഠമാണ്. ഈ ദൈവത്തെ പറ്റി നിൽക്കുവാൻ, ഈ ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കുവാൻ ഈ ദിവസങ്ങളിൽ നമുക്കധികമായി ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ ആ സ്നേഹം എത്ര വലുതാണ്. ആ വാക്കിനെ വീണ്ടും ടച്ച് ചെയ്യുന്നു. അതിന് തീനെത്തിച്ചു കൊടുക്കുന്ന ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ ആവശ്യഭാരങ്ങളിൽ നാമും ദൈവത്തോട് കരയുമ്പോൾ, നിലവിളിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എത്തിച്ചു തരുന്ന ഒരു ദൈവം. ആ ദൈവത്തിൽ ഈ ദിവസങ്ങളിൽ ആശ്രയിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.